എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ ഇന്ന് കൂടുതലും എൻ്റെ അനുഭവപ്രകാരം കൂടുതലും നമ്മൾ ജാതകങ്ങളിൽ ഈ ചൊവ്വ 7ാം ഭാവത്തിലെ ചൊവ്വയുടെ ദോഷദുരിതങ്ങൾ ധാരാളം ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്നിവിടെ ചൊവ്വയെ കൊണ്ട് മാത്രമാണ് സ്ത്രീ പുരുഷന്മാരുടെ ജാതകത്തിൽ അത് അവനവന് തന്നെ നോക്കി മനസ്സിലാക്കി അതിൻ്റെ പരിഹാരങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നേരാവണ്ണം പരിഹാരങ്ങൾ ചെയ്താൽ അതിന് ഫലം കിട്ടുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മളിവിടെ ചൊവ്വ സ്ത്രീ ജാതകത്തിലാണേലും പുരുഷ ജാതകത്തിലാണേലും ചൊവ്വ 2, 12, 4, ലഗ്നം 7, 8 ഈ ഭാവങ്ങളിൽ നിന്നാൽ അവ ദാമ്പത്യത്തെ ശിഥിലമാക്കുമെന്നാണ് വരാഹമിഹിരൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ക്രൂരേഷ്ടമേ വിധവത എന്നാണ് പ്രമാണം തന്നെ പറയുന്നത്. ചൊവ്വ 8-ൽ നിന്നാൽ സ്ത്രീക്ക് വൈവിധ്യം സംഭവിക്കുമെന്നാണ്. അതുപോലെ തന്നെ ആഗ്നേയർ വിധവ അസ്തുരാശി സഹിത എന്നാണ് പറയുക. ചൊവ്വ, കേതു, സൂര്യൻ 7-ൽ നിന്നാൽ സ്ത്രീ വിധവയാകും. അതുപോലെ തന്നെ കുജേതു വിധവ ബാല്യേ അസ്തരാശി സ്ഥിതി 7-ൽ ചൊവ്വ നിന്നാൽ ബാല്യകാലത്ത് അഥവാ വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ സ്ത്രീ വിധവയാകുമെന്നാണ് പറയുക. ഏതെങ്കിലും പാപഗ്രഹം ബലഹീനനായി മറ്റൊരു പാപഗ്രഹത്തിൻ്റെ ദൃഷ്ടിയോടുകൂടി 7ാം ഭാവത്തിൽ നിന്നാൽ അവൾക്ക് ഭർത്തൃസുഖം എന്താണെന്ന് ജീവിതത്തിൽ അറിയാൻ പറ്റുകയില്ലെന്നാണ് ആചാര്യന്മാരുടെ പ്രവചനം. 7ാം ഇടം പാപരാശിയാകുക, അവിടെ ശനിയൊത്ത് ചൊവ്വ നിൽക്കുക എങ്കിൽ അവൾ വിധവ ആവുക തന്നെ ചെയ്യുമെന്ന് ആചാര്യൻ പറയുന്നുണ്ട്. സ്ത്രീജാതകത്തിൽ 8ാം ഭാവത്തിൽ നീചം, ശത്രുക്ഷേത്രസ്ഥിതി, പാപവർഗം എന്നിവയോടുകൂടി ചൊവ്വ നിന്നാൽ അവൾക്ക് വൈവിധ്യം ഉണ്ടാവുക തന്നെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ലഗ്നത്തിൻ്റെ 7-ൽ പാപഗ്രഹങ്ങൾ നിന്നാൽ സ്ത്രീ വിധവയാകും. ശുഭൻ കൂടി നിന്നാൽ അവൾ വീണ്ടും വിവാഹിതയാകാനുള്ള യോഗം പറയുന്നുണ്ട്. ഇതിൽ പാപൻ ദുർബലനാണെങ്കിൽ ഭർത്താവ് മരിക്കുകയില്ല, ഭർത്താവിന് ദുരിതമൊന്നും വരികയില്ല. ഉപേക്ഷിക്കുകയായിരിക്കും മിക്കവാറും ചെയ്യുക. അതുപോലെ ലഗ്നം 4, 7, 8, 12 ഈ ഭാഗങ്ങളിൽ ചൊവ്വ വ്യാഴത്തിൻ്റെ യോഗമോ ദൃഷ്ടിയോ കൂടാതെ നിന്നാൽ ഈ പറഞ്ഞ ദോഷങ്ങളൊക്കെ വന്നു ഭവിക്കാനുള്ള യോഗം പറയുന്നുണ്ട് ജ്യോതിഷത്തിൽ. അപ്പോൾ ഇതാണ് ചൊവ്വയുടെ സ്ഥിതിയെ കൊണ്ട് സ്ത്രീജാതകത്തിൽ പറയാനുള്ള കാരണങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ നമുക്കതിന് പരിഹാരം കാണുകയും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അറിഞ്ഞ് ചെയ്യുക. ഹരിയും ഹരിയും ഹരിയും.